എൻ്റെ പ്രിയപ്പെട്ട ശ്രീജനങ്ങളെ, ഇന്ന് നിങ്ങളോടൊരു സ്വകാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. സ്വകാര്യമൊന്നുമല്ല, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം നമ്മുടെ ചുറ്റുപാടും ധാരാളം മൈക്രോ ഫിനാൻസുകാർ നമുക്ക് ലോൺ തരാൻ വേണ്ടിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് നല്ല കാര്യമാണ്. മൈക്രോ ഫിനാൻസിൽ നിന്ന് ലോൺ കിട്ടുക നമുക്കൊരു അത്യാവശ്യ കാര്യം പെട്ടെന്ന് നമുക്ക് നടത്താൻ സാധിക്കും. ബാങ്കിലൊക്കെ കയറി ഇറങ്ങി കുറേ പേപ്പർ വർക്കുകളും ഒക്കെ ആയിട്ട് കുറേ ദിവസം കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ എമൗണ്ട് മക്കളുടെ ഫീസ് അടയ്ക്കേണ്ടി വരുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യം വീട്ടിൽ വന്നാലോ നമുക്ക് മൈക്രോ ഫിനാൻസിൽ നിന്നൊക്കെ ഒരു ചെറിയ എമൗണ്ട് ലോൺ കിട്ടുന്നത് നമുക്ക് വളരെ നല്ല കാര്യമാണ്. പക്ഷേ 3-4 മൈക്രോ ഫിനാൻസിൽ നിന്നും നമ്മൾ ഒരുമിച്ച് ലോൺ എടുത്തു കഴിഞ്ഞ് ഇത് എങ്ങനെ തിരിച്ചടയ്ക്കും, ആ തിരിച്ചടയ്ക്കാനുള്ള വഴികളുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് മാത്രമേ നമ്മൾ അത് എടുക്കാൻ പാടുള്ളൂ. ലോണ് കിട്ടുമ്പോൾ നമ്മളുടെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. ഭർത്താവിനായാലും മക്കൾക്കായാലും മറ്റു കുടുംബാംഗങ്ങൾക്കെല്ലാം ലോണ് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ഇത് തിരിച്ചടയ്ക്കാൻ നേരം പല വീടുകളിലും ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്, അവരെല്ലാം കൈയൊഴിയും. ഈ വാങ്ങിക്കുന്ന ആൾ, ഈ ഭാര്യ അല്ലെങ്കിൽ അവിടെ ആരാണോ വാങ്ങിക്കുന്നത് ആ ആൾ തന്നെ അടയ്ക്കേണ്ട അവസ്ഥ വരുന്നത്. അങ്ങനെ ലോണ് അടയ്ക്കാൻ പറ്റാതെ വന്ന് ആത്മഹത്യ നടന്ന ഒത്തിരി സംഭവങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ നാളെ പറയാം കേട്ടോ.